തീരുവ വിഷയത്തിൽ ഇന്ത്യക്ക് മുന്നിൽ ട്രംപ് മുട്ടുമടങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം 25% തീരുവ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ 25%, അങ്ങനെ 50% തീരുവയാണ് ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ തീരുവ ഗണത്തിലാണ് ഇത് പെടുന്നത്. അങ്ങനെ ഏറ്റവും വലിയ തീരുവയുടെ പ്രഹരം ഇന്ത്യ സഹിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ നിലപാടിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോകുന്നു എന്നതാണ് ഇന്ത്യക്ക് ആശ്വാസമായ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. അത് 15 മുതൽ 16% ആ തീരുവ വെട്ടിക്കുറച്ചേക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന വ്യാപാര കരാറിലേക്ക് ഇരു രാഷ്ട്രങ്ങളും ഉടൻ എത്തിച്ചേരും എന്ന ശുഭകരമായ വാർത്തയും വരുന്നുണ്ട്. വ്യാപാര കരാർ സംബന്ധിച്ച് ഇന്ത്യയും US-ഉം തമ്മിലെ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ചെറിയ വിട്ടുവീഴ്ച ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അങ്ങനെ ട്രംപ് ഈ തീരുവ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ പിഴ തീരുവ ഒഴിവാക്കുകയും ആ തീരുവ 15 മുതൽ 16% വരെ ആക്കാനും ശ്രമം നടക്കുന്നു എന്നതാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള പ്രതികരണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധയോടുകൂടി കാണണം. കാരണം ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല, പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കരാറിലേക്ക് അല്ലെങ്കിൽ തീരുവ വെട്ടിക്കുറയ്ക്കലിലേക്ക് എത്തും എന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് സോഴ്സിനെ ഉദ്ധരിച്ചാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ദീപാവലി ആശംസ അർപ്പിക്കാനാണ് ട്രംപ് വിളിച്ചത്. ദീപാവലി ആശംസിച്ചു എന്ന കാര്യം ട്രംപും വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം പ്രധാനമായും വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തങ്ങൾ സംസാരിച്ചത് എന്നത് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയും ചെയ്തു. അത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ഇന്ത്യ വെട്ടിക്കുറയ്ക്കും എന്ന ഉറപ്പ് നരേന്ദ്രമോദി തനിക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ട്രംപ് അക്കാര്യം ആവർത്തിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു സൂചന എന്ന് പറയുന്നത്. പക്ഷേ ഈ കാര്യം മോദിയും ട്രംപും സംസാരിച്ചു എന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥിരീകരിക്കുന്നുണ്ട്. ദീപാവലി ആശംസയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി എക്സിൽ ഇക്കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് ചർച്ച ചെയ്തതെന്ന് സംബന്ധിച്ച് പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഈ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും പ്രധാനമന്ത്രി അക്കാര്യങ്ങളിൽ മൗനം തുടരുകയാണ്. അതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ കൂടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് തീരുവ കുറയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അത് ട്രംപിന്റെ ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എണ്ണ വാങ്ങരുതെന്നാണ്. പക്ഷേ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും ഇന്ത്യ നിർത്തില്ല. പക്ഷേ പടിപടിയായി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല അമേരിക്കയിൽ നിന്നും സൗദിയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനുള്ളൊരു തീരുമാനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മാത്രവുമല്ല ഈ വ്യാപാര കരാറുമായി വരുമ്പോൾ അവിടെ ചോളവും മറ്റും ഇറക്കുമതി കൂടുതൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു തീരുമാനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഒപ്പം അമേരിക്കയിൽ നിന്ന് പാചകവാതക ഇറക്കുമതിക്കും ഇന്ത്യ തയ്യാറെടുക്കുന്നു. കൂടുതൽ പാചകവാതക ഇറക്കുമതി കൂട്ടും. അപ്പോൾ വ്യാപാര കമ്മി എന്നത് ട്രംപിന്റെ വലിയ പരാതിയായിരുന്നു. അത് കുറയ്ക്കാനുള്ള ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അമേരിക്കയുടെ ചോളവും സോയാബീനും ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ജനിതക മാറ്റം വരുത്താത്ത നോൺ GI ചോളവും സോയാബീനുമായിരിക്കും ഇന്ത്യ വാങ്ങുക. ഇക്കാര്യത്തിൽ ചൈനയിൽ നിന്ന് വലിയ പണി അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു. കാരണം ഈ വ്യാപാര തർക്കങ്ങളുടെ പേരിൽ ചൈന അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചോളത്തിൻ്റെയും സോയാബീൻ്റെയും എണ്ണം അളവ് കുറയ്ക്കുകയും അത് വലിയ പ്രഹരം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വിറ്റുപോകാത്ത ചോളവും മറ്റും അമേരിക്കയെ സംബന്ധിച്ച് വിറ്റഴിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. ഇന്ത്യൻ വിപണി അതിന് ട്രംപിന് ആവശ്യമാണ്. ആ ഒരു ആവശ്യം നമ്മൾ അതിൽ ചില വിട്ടുവീഴ്ചകൾ നൽകുമ്പോൾ ട്രംപിന് അക്കാര്യത്തിൽ സന്തോഷമാകും. അങ്ങനെ ചെറിയ വിട്ടുവീഴ്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഈ വലിയ തീരുവ അമേരിക്ക ചുമത്തുന്നത് ഉണ്ടാക്കിയിരുന്നു. അതിനൊരാശ്വാസമായി തന്നെ കാര്യങ്ങൾ മാറും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകാൻ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ കഴിയും. ഒപ്പം തന്നെ
ഈ തീരുവ കുറയുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ അനുകൂലമായ സാഹചര്യങ്ങളാകും. പലതരത്തിലുള്ള ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഇന്ത്യ കുലുങ്ങിയിരുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ വരുതിയിലേക്ക് ട്രംപ് എത്തുന്നു. അത് സ്വാഭാവികമായും ചെയ്യേണ്ട ചില വിട്ടുവീഴ്ചകളിലൂടെ സാധ്യമാകുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ അത്തരം തീരുമാനങ്ങൾ ഒഫീഷ്യലായി നമുക്ക് മുന്നിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.